സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗൾഫിലെ ലേബർ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോൺസർ സംവിധാനം തന്നെ അടിമുടി മാറ്റാനുള്ള തിടുക്കത്തിലാണ് ഖത്തർ ഭരണകൂടം. അതിൻ്റെ പ്രഖ്യാപനവും ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വദേശികൾക്ക് തൊഴിൽ മേഖലയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ എല്ലാ ഗൾഫ് ഭരണകൂടങ്ങളും വലിയ തോതിൽ താൽപ്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഒമാനിൽ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുതിയ വിസ നിരോധ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഗൾഫിലെ തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളും അതിൻ്റെ ഭാവി പ്രത്യാഘാതങ്ങളുമാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ജനസംഖ്യയുടെ പകുതിയിലേറെയും തൊഴിലെടുക്കാൻ വന്ന പ്രവാസികൾ ഉൾക്കൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ നിയമങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാറുണ്ട്. ഗൾഫിലെ സ്പോൺസർഷിപ്പ് സമ്പ്രദായവും വിസ നിയമങ്ങളും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന ചിന്ത ഗൾഫ് രാജ്യങ്ങൾക്കകത്ത് തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്പോൺസർഷിപ്പ് സമ്പ്രദായം മാറ്റി തൊഴിലാളികളെ മുഴുവൻ തൊഴിൽ അതോറിറ്റിക്ക് കീഴിലാക്കാൻ കുവൈത്ത് നടത്തുന്ന ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് വിസ നിയമത്തിൽ 2006 മുമ്പ് നിലനിന്നിരുന്ന ഒരു വകുപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ഒമാൻ എടുത്ത തീരുമാനം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകുന്നവർക്ക് 2 വർഷത്തേക്ക് വിസ നിരോധനം ഏർപ്പെടുത്തുന്ന നിയമമാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം തിരിച്ചു വരുന്നത്. എങ്കിലും പ്രവാസികൾക്കിടയിലും ബിസിനസ് മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമം ലംഘിക്കാതെ രാജ്യത്തിന് പുറത്തു പോകുന്നവരെ നിയമം മൂലം 2 വർഷത്തേക്ക് നിരോധിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്. ഈ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് സ്വദേശിവൽക്കരണമാണെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജോലി കിട്ടത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണമാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ജോലി കിട്ടത്തക്ക രീതിയിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ സ്കീമുകളാണ് ഗവൺമെൻറ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും പ്രവർത്തന പരിചയത്തിനും യോജിച്ച തൊഴിലുകളിലേക്ക് മാറാനും ഉന്നത വിജയം നേടാനും എല്ലാവർക്കും അവകാശമുണ്ട്. സ്വന്തം മികവിനനുസരിച്ച വരുമാനം തേടുന്നതും വ്യക്തിയുടെ മനുഷ്യാവകാശമാണെന്നാണ് ആധുനിക തൊഴിൽ കാഴ്ചപ്പാട്. ഈ സാഹചര്യത്തിൽ കമ്പനികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന നിയമം ഒട്ടേറെ ചർച്ചയ്ക്ക് വിധേയമായി. 25 വർഷമായി സ്വദേശീവൽക്കരണ നടപടികൾ ഊർജിതമായി നടപ്പാക്കുന്ന രാജ്യമാണ് ഒമാൻ. എന്നിട്ടും തൊഴിൽ മേഖലയിലെ പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണിവിടെ. അടുത്തിടെ 40 ലക്ഷം പിന്നിട്ട ജനസംഖ്യയിൽ 44% പ്രവാസികളാണ്. പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് രാജ്യം വളരുന്നതിനനുസരിച്ച് പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മസ്കത്ത്, ബുറൈമി, ദോഫാർ എന്നീ ഗവർണറേറ്റുകളിൽ പ്രവാസികളുടെ എണ്ണം സ്വദേശികളെക്കാൾ വർദ്ധിച്ചു എന്നാണ് പുതിയ കണക്കുകൾ. 70-30 എന്ന തോതിൽ സ്വദേശി പ്രവാസി അനുപാതം നിലനിർത്തേണ്ടതുണ്ടെന്ന് ഭരണാധികാരി പോലും നേരിട്ട് നിർദ്ദേശം നൽകേണ്ട സാഹചര്യമുണ്ടായി. ലേബർ നിയമങ്ങളിൽ ഖത്തർ അടുത്ത സമയത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ പോസിറ്റീവായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അവിടെ സ്പോൺസർഷിപ്പ് നിർത്തലാക്കി, അതുകൂടാതെ എക്സിറ്റ് പെർമിറ്റും റിലാക്സ് ചെയ്തു. ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളുടെ സമ്മർദ്ദം മൂലമാണ് അവരങ്ങനെ ചെയ്തത്. പല വിദേശ രാജ്യങ്ങളും അവിടെ ജോലി ചെയ്യുന്നവർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം പൗരത്വം ലഭിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ എത്ര വർഷം ജോലി ചെയ്താലും തിരികെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പൗരത്വം ലഭിച്ചില്ലെങ്കിലും തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് കുറച്ചെങ്കിലും അനുകൂലമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിയമനിർമ്മാണം രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യമായിരിക്കാം. എന്നാൽ പുതിയ അന്താരാഷ്ട്ര നിയമങ്ങളുമായി ഒത്തുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഖത്തറിലെ എക്സിറ്റ് പെർമിറ്റ് സംവിധാനവും സ്പോൺസർഷിപ്പ് നിയമവും UN മനുഷ്യാവകാശ സമ്മേളനത്തിൽ ചർച്ചയായതും അതുകൊണ്ടാണ്. വിസയിൽ രാജ്യത്തെത്തുന്നവർ രാജ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ സ്പോൺസറുടെ പ്രത്യേക അനുമതി വേണമെന്ന നിയമം ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെയും വിമർശനത്തിന് വിധേയമായി. കഫാല സിസ്റ്റം അബോളിഷ് ചെയ്യും എന്ന് അവർ പറയുമ്പോൾ പോലും കഫാലയ്ക്ക് പകരം വരുന്ന സിസ്റ്റം ഏതാണ്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടും വ്യത്യാസമില്ല.
കാരണം എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കഫാല സിസ്റ്റത്തിനും ഉള്ളത്. ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം ഏത് തീരുമാനവും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൽ വ്യത്യാസം വരാത്തിടത്തോളം കാലം ഇതെങ്ങനെ മൈഗ്രൻ്റ് വർക്കേഴ്സിന് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തൊഴിൽ തേടിയുള്ള കുടിയേറ്റവും പ്രവാസവും മനുഷ്യാവകാശമാണെന്ന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മൈഗ്രൻസ് ഫോറം പോലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകൾ. ലോകകപ്പ് ഫുട്ബോളും എക്സ്പോ 2020 പോലുള്ള അന്താരാഷ്ട്ര മേളകളും ഗൾഫിലേക്ക് കടന്നുവരുന്ന സാഹചര്യത്തിൽ തൊഴിൽ നിയമങ്ങളുടെ മാനവും വ്യാപ്തിയും പുതിയ ഉയരങ്ങളിലേക്കും കാഴ്ചപ്പാടിലേക്കും മാറേണ്ടതുണ്ടെന്ന് പുതിയ ചർച്ചകൾ വ്യക്തമാക്കുന്നു.